അതുകൊണ്ടാണ് ജിന്നിനെ സംബന്ധിച്ച് പറഞ്ഞത് വൽ ജിന്നു ആലമുൻ ഗൈബി, വൽ ജിന്നു ആലമുൽ ഗൈബി. ജിന്നെന്ന് പറഞ്ഞാൽ അഭൗതികമാണ്. ആരെ സംബന്ധിച്ചിടത്തോളം? ബിന്നിസ്ബത്തി ഇലൽ ഇൻസാൻ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ജിന്ന് അദൃശ്യമാണ്, അഭൗതികമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജിന്നിന്റെ ലോകത്തോ അത് അതിൻ്റെതായ ലോകമാണ്. ഏതുപോലെ മരിച്ചവരുണ്ട് എവിടെ? ബർസഖിൽ, ബർസഖിയായ ലോകത്ത്. ആ ബർസഖിയായ ലോകത്ത് ആ മരിച്ച ആളുകൾ അവരുടെ അർവാഹുകളൊക്കെ കഴിച്ചു കൂട്ടുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ബർസഖ് നമുക്ക് അഭൗതികമാണ്. ഒരാൾ പറയാ നമ്മളും ബർസഖിലെത്തിയാലോ? അപ്പൊ നമുക്കത് ഭൗതികമായി. അവിടെ എത്തിയിട്ടില്ലല്ലോ. എത്തുന്നത് വരെ നമുക്ക് അഭൗതികമാണ്. അതുകൊണ്ട് ആ മരിച്ച അർവാഹുകളോട്, റൂഹുകളോട് ചോദിക്കുന്നത് ശിർക്കായത്. നമുക്ക് ലോകം അഭൗതികമാണ്. വിശുദ്ധമായ ഇസ്ലാം മുന്നോട്ട് വെച്ച തൗഹീദിനെ തകർത്തെറിയുന്ന അബദ്ധജടിലമായൊരു പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ്. അഭൗതികമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റൂ, ബാക്കിയുള്ളതെല്ലാം ഭൗതികമാണ് എന്ന്. അപ്പൊ ഭൗതികമായ സഹായതേട്ടം ജിന്നിനോട് നടത്തിയാൽ ഒരു പ്രശ്നമില്ല. ഭൗതികമായ സഹായതേട്ടം നടത്തിയാൽ ശിർക്കല്ല. ഇനി വേണമെങ്കിൽ ഹറാമെന്ന് പറയാം, വസീലത്തു ശിർക്ക് എന്ന് പറയാം. അപ്പോ ഇതെല്ലാം ഭൗതിക മാനദണ്ഡത്തിൽ വേർതിരിച്ച് അഭൗതികമെന്ന് പറഞ്ഞാൽ അല്ല മാത്രം, ബാക്കിയുള്ളതെല്ലാം ഭൗതികം എന്ന് പറയുമ്പോ കേരള നദൂത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റായ മഹാനായ ഡോക്ടർ ഉസ്മാൻ സാഹിബ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഗൈബ് എന്ന് പറയുന്ന പുസ്തകത്തിലൂടെ. രണ്ടു തരം ഗൈബുണ്ട്. ഒന്ന് സാക്ഷാൽ ഗൈബ്. സാക്ഷാൽ ഗൈബ് അത് അല്ലാഹു മാത്രമാണ്. മറ്റൊന്ന് ആപേക്ഷിക ഗൈബ്. ആപേക്ഷിക ഗൈബ് അത് മാറിക്കൊണ്ടിരിക്കും. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ജിന്നെനിക്ക് ഗൈബാണ്, ജിന്നെനിക്ക് ഗൈബാണ്, മലക്കെനിക്ക് ഗൈബാണ്. മലക്കിന്റെ ലോകത്തുള്ള രണ്ട് മലക്കുകൾ തമ്മിൽ കണ്ടുമുട്ടിയാലോ അവർക്ക് പരസ്പരം കാണൽ ഗൈബാണോ? അല്ല. അവർ ഗൈബിയായ ലോകത്താണോ? അവരെ സംബന്ധിച്ചിടത്തോളം അല്ല. ഇനി അതല്ല, ജിന്നിന്റെ ലോകത്ത് രണ്ട് ജിന്നുകൾ തമ്മിൽ കണ്ടുമുട്ടിയാലോ അവർ തമ്മിൽ ഗൈബാണോ? അല്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ജിന്നും മലക്കും ഗൈബാണ്. ജിന്നും മലക്കും മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ വീട് എനിക്ക് ഗൈബാണ്. എൻ്റെ വീട്ടിൽ ഉള്ള സംഗതി ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് അറിയില്ലല്ലോ, എനിക്കത് ഗൈബാണ്. ഞാൻ വീട്ടിലെത്തിയാലോ എനിക്കത് ഗൈബല്ല. അപ്പൊ ഈ രൂപത്തിൽ ഗൈബ് എന്നത് ആപേക്ഷികമായതും അതുപോലെ തന്നെ സാക്ഷാൽ ഗൈബ് എന്ന് പറയാവുന്നതുമുണ്ട് എന്ന് വളരെ വ്യക്തമായി വേർതിരിച്ചുകൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ്